ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. പദ്ധതി നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൗഭേടക തതേ അവ ഹവന്ന തതേ പമമയ. കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. നിങ്ങൾക്ക് കമ്പനിയുടെ എല്ലാ സൂചകങ്ങളും വിശദമായി പരിശോധിക്കാം. ഇപ്പോൾ ഞങ്ങൾ ഓർഗനൈസേഷന്റെ നിലവിലെ സൂചകങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യും. ആളസൽഡവമ് വടത് യവധേവൺ തള ഏളം ഭവന്. ഈ അവലോകനം ഓഗസ്റ്റ് 4, 2025 ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം അനുസരിച്ച് ഗുരുദാമപയ കമ്പനി ഭാഗതഹബ് വധത ഉപവിഭാഗത്തിൽ പെടുന്നു. മഭടയ മധവധനധ 59 സംഘടനകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. ഓർഡറുകളുടെ തീരുമാനങ്ങൾ വീഡിയോയുടെ അവസാനം ഞങ്ങൾ കാണും. സംശയാസ്പദമായ കമ്പനിയുടെ ഫലം ഇപ്രകാരമാണ്: 10 പോയിന്റിൽ 3 പോയിന്റ്. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 2.7 പോയിന്റാണ്. നിങ്ങൾ അതിനെ വളരെ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ യുഎസ് വിപണിയിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ശരാശരി ഫലം 1.7 പോയിന്റാണെന്ന് ഞങ്ങൾ കാണുന്നു. കമ്പനിയുടെ 3 പോയിന്റ് റേറ്റിംഗിനെതിരെ ഭാഗതഹബ് വധത. കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു. ഭാഗതഹബ് വധത. ഉപവിഭാഗം കമ്പനികളും 12 മാസത്തിലേറെയായി ഷെയറുകളുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഭാഗതഹബ് വധച്ച 45.4% മാറ്റം കാണിച്ചു. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ 11.6%. കമ്പനിയുടെ വിപണി മൂലധനം ഭാഗതഹബ് വടച്ച $11.44 ബില്യൺ. $1,500 ബില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം $1,500 ബില്യൺ. കമ്പനിയുടെ പുസ്തക മൂല്യം $0.29 ബില്യൺ. ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം $203 ബില്യൺ ആണ്. സ്റ്റോക്ക് മാർക്കറ്റും ബുക്ക് വാല്യൂ ഷെയറുകളും താരതമ്യം ചെയ്യുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ കാണാം. പങ്കിടുക ഭാഗതഹബ് വടത് ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂലധന മൂല്യനിർണ്ണയം 0.763%. പുസ്തക മൂല്യം 0.142%. ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യവും മോശം -1 പോയിന്റ്. പഠനത്തിലുള്ള കമ്പനിക്ക് $0.026 ബില്യൺ കടബാധ്യതകളുണ്ട്. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ 9%. കമ്പനിയുടെ കടം പ്രകടനം വളരെ നല്ലത് 2 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭ അനുപാതവും 56.3 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 51.6 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് മൂല്യവും ലാഭാനുപാതവും വിലയിരുത്തുക. പാസാബിൽ 0 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $203 മില്യൺ. അടുത്ത 12 മാസത്തെ ഫോർവേഡ് വരുമാനം $228 മില്യൺ. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം 13.3 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 7.8 ആണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $860 മില്യൺ. അടുത്ത 12 മാസത്തെ വരുമാനം $960 മില്യൺ. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. വിൽപ്പന മാർജിൻ 23.5%. ഉപവിഭാഗത്തിന് ശരാശരി 15.1%. ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 0.328%.
ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 133% കുറവാണ്. ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക $7,300 ഉപവിഭാഗത്തിൽ $3,16,000 ഉണ്ട്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസാബിൽ 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം $124,300 ആണ്. ഉപവിഭാഗത്തിന് ശരാശരി $58,500. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന $528,000 ആണ്. ഉപവിഭാഗത്തിൽ $388,000. ഉപവിഭാഗ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ റേറ്റിംഗിന്റെ വിൽപ്പന നല്ലത് 0.5 പോയിന്റ്. വിൽപ്പനയ്ക്കുള്ള ഇടപാടുകളുടെ അളവ് 6.2%. ഉപവിഭാഗത്തിന് ശരാശരി 2.2%. സാങ്കേതിക സൂചകം LTV കമ്പനിക്ക് 87% ലെവൽ കാണിക്കുന്നു. ഭഗടതവപവധത ഉപവിഭാഗത്തിൽ ഈ നില ഏകദേശം 41%. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $319 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ഏകദേശം $331 ആണ്. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. ഇത് എല്ലാവർക്കും ലഭ്യമാണ്. അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. സ്റ്റോക്ക് മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു. ഗുരുതരണപയ ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി ഭാഗധവധത മൂല്യനിർണ്ണയത്തിന്റെ വിവര സംവിധാനം ഗുരുതരണപയ ഇനിപ്പറയുന്ന തീരുമാനം എടുത്തു. $319 കൂടെ 15 സെന്റിന് ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക. കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ മൂല്യനിർണ്ണയവും വിലമാറ്റവും ഉള്ളതിനാൽ ഓർഡർ തുറക്കുന്നു. ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ മാതൃകയെ അടിസ്ഥാനമാക്കിയാണ് നടത്തിയത്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 219.69 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 418.61 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ 2025 സെപ്റ്റംബർ 03 സെഷന്റെ അവസാനത്തിൽ ഡീൽ സ്വയമേവ പരിഹരിക്കപ്പെടും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ $TADA ആണ് പ്രധാന വാങ്ങൽ ഓർഡർ. പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ചാനലിൽ പ്രസിദ്ധീകരിച്ചു. ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് 1. മറ്റൊരു ഓർഡർ യഥാർത്ഥ വിലയിൽ അടച്ചിരിക്കുന്നു. അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിനും നിങ്ങൾക്കെല്ലാവർക്കും ഒരു വലിയ നന്ദി. ഗുരുതരണപയ